ഹായ് ഫ്രണ്ട്സ്, ടു മൈ നോളജിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഷ് പോപ്പുലേഷൻ ഡൈനാമിക്സ് ആൻഡ് സ്റ്റോക്ക് അസസ്മെന്റ്. അതിലെ കുറച്ച് MCQs ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ ഫിഷ് സ്റ്റോക്ക് ഈസ് എ മാനേജ്മെന്റ് യൂണിറ്റ്, ബി ഫിഷറീസ് യൂണിറ്റ്, സി യൂണിറ്റ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. ഒരു ഫിഷ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ പോപ്പുലേഷൻ, അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് ഫിഷ് ഇൻ എ ഡിഫൈൻഡ് ജോഗ്രഫിക്കൽ ഏരിയ. അതായത് ഒരു പർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള ഒരു സെയിം സ്പീഷീസ് ആയിട്ടുള്ള ഫിഷ്, അതായത് ഒരുമിച്ച് ബ്രീഡ് ചെയ്യുന്ന, ഒരുമിച്ച് മേറ്റ് ചെയ്യുന്ന, ഒരുമിച്ച് ഫീഡിങ് നടത്തുന്ന അങ്ങനെ ഒരു ഗ്രൂപ്പിനെ പറയുന്ന ഒരു പേരാണ്. അതായത് ഒരു മാനേജ്മെന്റ് പർപ്പസിന് വേണ്ടി അങ്ങനെ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ കൺസിഡർ ചെയ്യുന്ന അതിനെയാണ് ഫിഷ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വെസ്റ്റ് കോസ്റ്റിലും, ഇന്ത്യയുടെ വെസ്റ്റ് കോസ്റ്റിലും ഈസ്റ്റ് കോസ്റ്റിലുമായിട്ട് അതായത് മാക്കറൽ സ്പീഷീസ്, മാക്കറൽ ഫിഷ് ഉണ്ടെങ്കിൽ അതിൻ്റെ അതായത് വെസ്റ്റ് കോസ്റ്റിലുള്ള ഫീഡിങ്ങും മേറ്റിങ്ങും ആ ഒരു ഗ്രൂപ്പിൻ്റെ ആ ഗ്രോത്തും ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും ഈസ്റ്റ് കോസ്റ്റിലായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. അതായത് രണ്ട് ജോഗ്രഫിക്കൽ ഏരിയസ് ആണ്, പക്ഷേ സെയിം സ്പീഷീസിൽ വരുന്നതുമാണ്. ഈ ഫിഷ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു മാനേജ്മെന്റ് പർപ്പസിന് വേണ്ടി ഉള്ള ഒരു ബേസിക് സാമ്പിളിംഗ് യൂണിറ്റ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഓൾ ഓഫ് ദി അബവ്. വിച്ച് വൺ ഓഫ് ദ ബിലോ ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഫിഷ് സ്റ്റോക്ക്? ഓപ്ഷൻ എ സിമിലർ റിക്രൂട്ട്മെന്റ്, ഓപ്ഷൻ ബി സിമിലർ ഗ്രോത്ത്, ഓപ്ഷൻ സി സിമിലർ മോർട്ടാലിറ്റി, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു സിമിലർ ഗ്രോത്ത്, സിമിലർ മോർട്ടാലിറ്റി, സിമിലർ റിക്രൂട്ട്മെന്റ്. അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. ആൻ ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റോക്ക് അസസ്മെന്റ് ഈസ് ടു ഇൻക്രീസ് ദ പ്രൈസ് ഓഫ് ഫിഷ്, ബി ടു അറൈവ് അറ്റ് ദ ഒപ്റ്റിമം എഫർട്ട് ആൻഡ് yield, ടു എലിവേറ്റ് സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഫിഷർമാൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. ഫിഷ് സ്റ്റോക്ക് അസസ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷറീസ് റിസോഴ്സിന്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷനെ തടയുക. ഓവർ ഫിഷിംഗ് നടന്നു കഴിഞ്ഞാൽ ആ ഒരു ഫിഷ് സ്റ്റോക്കിന് ഡിപ്ലീഷൻ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഒരു സസ്റ്റൈനബിൾ രീതിയിൽ ഫിഷിംഗ് നടത്തുക, അതായത് ഒരു ഒപ്റ്റിമം എഫർട്ടിലൂടെ കൂടുതൽ ഈൽഡ് ലഭിക്കുക. ആൻസർ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി, ടു അറൈവ് അറ്റ് ദ ഒപ്റ്റിമം എഫർട്ട് ആൻഡ് yield. Fourth question: in an ideal stock, which one of the following equation will be most suitable? Answer option A, S2 is equal to S1 plus R plus G minus C plus M. ഒരു ഫിഷ് സ്റ്റോക്കിന്റെ സൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ചില ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ 1931 റസൽ ഫോർമുലേറ്റ് ചെയ്ത ഒരു ഇക്വേഷൻ ആണ്. അതായത് ചില ഫാക്ടേഴ്സ് വിച്ച് അഫക്റ്റ് ദ സൈസ് ഓഫ് എ ഫിഷ് സ്റ്റോക്ക്, ഒരു ഫിഷ് സ്റ്റോക്കിന്റെ സൈസിനെ അഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഇക്വേഷൻ ആണിത്. അതിൽ S2 എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ദ സ്റ്റോക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു S1 എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ദ സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ്, പ്ലസ് R എന്ന് പറഞ്ഞാൽ റിക്രൂട്ട്, G എന്ന് പറഞ്ഞാൽ ഗ്രോത്ത്, C എന്ന് പറഞ്ഞാൽ ക്യാച്ച്, ആൻഡ് M മോർട്ടാലിറ്റി അല്ലെങ്കിൽ ഡെത്ത് ഡ്യൂ ടു നാച്ചുറൽ കോസസിലൂടെ സംഭവിക്കുന്ന ഡെത്ത്. ഒരു സ്റ്റോക്ക് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ ഇക്വേഷൻ വരുന്നത് S2 ഈസ് ഈക്വൽ ടു S1 എന്നാണ്. അതായത് സൈസ് ഓഫ് ദ സ്റ്റോക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് ദ സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ്. അങ്ങനെ വരുമ്പോഴത്തേക്കും R പ്ലസ് G ഈസ് ഈക്വൽ ടു C പ്ലസ് M എന്ന് വരും. Fifth question: holistic model of stock assessment are applicable when option A, length frequency data available, option B, data are limited, option C, month-wise data available, option D, all of the above. Fifth question ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡേറ്റ ആർ ലിമിറ്റഡ്. അതായത് ഒരു ഹോളിസ്റ്റിക് മോഡൽ ഓഫ് സ്റ്റോക്ക് അസസ്മെന്റ് നടത്തുന്നത് ഡേറ്റ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സമയത്താണ് നടത്തുന്നത്. ഈ ഫിഷ് സ്റ്റോക്ക് അസസ്മെന്റ് മോഡലിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഹോളിസ്റ്റിക് മോഡലും ഒന്ന് അനലിറ്റിക്കൽ മോഡലും. ഈ ഹോളിസ്റ്റിക് മോഡലിനെ ബയോമാസ് ഡൈനാമിക് മോഡൽ എന്നും പറയും. ഇതിൽ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഓവറോൾ സ്റ്റോക്കിനെയാണ് ഒരു ബേസിക് യൂണിറ്റ് ആയിട്ട്
കൺസിഡർ ചെയ്യുന്നത്. ഹോളിസ്റ്റിക് മോഡൽസിന് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഷേഫർ മോഡൽ, എക്സ്പോണൻഷ്യൽ മോഡൽ, പെല ആൻഡ് ടോംലിസൺ മോഡൽ. അതുപോലെ തന്നെ അനലിറ്റിക്കൽ മോഡൽ അല്ലെങ്കിൽ അതിനെ മൈക്രോ അനലിറ്റിക്കൽ മോഡൽ എന്ന് പറയും. മൈക്രോ അല്ലെങ്കിൽ അനലിറ്റിക്കൽ മോഡലിന് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ബെവർട്ടൺ ആൻഡ് ഹോൾട്ട് മോഡൽ, ജോൺസ് മെത്തേഡ്, റിക്കർ മോഡൽ, കൊഹേർട്ട് അനാലിസിസ്, തോംസൺ ആൻഡ് ബെൽ മോഡൽ. ഇതൊക്കെയാണ് അനലിറ്റിക്കൽ മോഡൽസിന് എക്സാമ്പിൾ. One of the example of a holistic model. Question number 6. One of the example of a holistic model is option A Beverton and Holt model, option B Schaeffer model, option C Bertalanffy model, and option D all of the above. നമ്മൾ ഹോളിസ്റ്റിക് മോഡലിന് എക്സാമ്പിൾ പറഞ്ഞതാണ് ഓപ്ഷൻ ബി ഷെഫർ മോഡലാണ് ഹോളിസ്റ്റിക് മോഡലിന് എക്സാമ്പിൾ. 7th question. In tropical fishes, age could be calculated from option A vertebra, option B otolith, option C scales, option D length frequency analysis. ട്രോപ്പിക്കൽ ഫിഷസിൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സാധാരണയായി ലെങ്ത് ഫ്രീക്വൻസി അനാലിസിസ് യൂസ് ചെയ്തിട്ടാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 8th question. Tagging and recapture is a option A direct method of growth estimation, option B indirect method, option C mathematical method, option D none of the. ഓപ്ഷൻ എ ആണ് ആൻസർ, ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഗ്രോത്ത് എസ്റ്റിമേഷൻ. ടാഗിങ് ആൻഡ് റീക്യാപ്ചർ മെത്തേഡിൽ സാധാരണയായിട്ട് ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഫിഷ് സ്പീഷീസിനെ ക്യാപ്ചർ ചെയ്ത് അതിനെ ടാഗ് ചെയ്ത് വിടും. എന്നിട്ട് അതിനെ കുറച്ച് നാൾക്ക് ശേഷം അതിനെ പിന്നെ റീക്യാപ്ചർ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്യുമ്പോഴത്തേക്കും ഫിഷറി സയന്റിസ്റ്റിനൊക്കെ ഇത് അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ, ആ ഒരു ഫിഷിന്റെ ഡിസ്ട്രിബ്യൂഷനെയൊക്കെ കുറിച്ച് സ്റ്റഡി നടത്താനായിട്ട് വലിയ രീതിയിൽ സഹായിക്കുന്നതാണ് ഈ ടാഗിങ് ആൻഡ് റീക്യാപ്ചർ എന്ന് പറയുന്ന മെത്തേഡ്. 9th question. Which one of the following hard part could not be used for age determination? Option A otolith, option B scale, option C vertebra, option D fin. Could not be used for age determination. അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ഫിൻ ആണ്. ബാക്കിയുള്ള 3 ഓപ്ഷൻസിലും ഓട്ടോലിത്ത്, സ്കെയില്, വെർട്ടിബ്ര എല്ലാം അതിന്റെ ഒരു ഏജ് ഡിറ്റർമിനേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓട്ടോലിത്ത് എന്ന് പറയുന്നത് ഫിഷിന്റെ ഹെഡിൽ കാണുന്ന ഒരു ബോൺ പോലത്തെ ഒരു സ്ട്രക്ചറാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഫിഷ് സ്വിം ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഓറിയന്റേഷനും പിന്നെ അത് സൗണ്ട് ഡിക്റ്റേഷനും വേണ്ടിയാണ് ഈ ഒരു ഓട്ടോലിത്ത് എന്ന് പറയുന്ന, അതൊരു ട്രൂ ബോൺ അല്ല, ഒരു സ്റ്റോൺ പോലത്തെ ഒരു സ്ട്രക്ചറാണ്, സ്പെഷ്യലൈസ്ഡ്. ഈ ഫിഷിന്റെ ത്രൂ ഔട്ട് ലൈഫിൽ ഇത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇയർ ബൈ ഇയർ നമ്മൾ തടിയിലൊക്കെ അതിന്റെ ആ ഒരു റിങ് ഏജ് റിങ്സ് ഉള്ളതുപോലെ തന്നെ ഇതിനകത്ത് റിങ്സ് ഉണ്ട്. ഓട്ടോലിത്തിലെ ആ റിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ഫിഷിന്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മരത്തിന്റെ കാര്യം കൺസിഡർ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു. അതിലെ ആനുവൽ റിങ്സ് പോലെ തന്നെ എല്ലാ വർഷവും ഈ ഒരു യുണീക്ക് ലെയർ ഓഫ് പ്രോട്ടീനും കാൽസ്യം കാർബണേറ്റും ചേർന്ന ഒരു ലെയർ ഈ ഓട്ടോലിത്തിന്റെ സർഫസിൽ ഫോം ചെയ്യും എവരി ഇയർ. അപ്പൊ അങ്ങനെ അതിന്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും. ആ ഒരു ഗ്രോത്ത് റിങ്ങിന്റെ ആ നമ്പറിന്റെ അനുസരിച്ചാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. The opaque zone in otolith is formed during option A passive growth, option B active growth, option C recruitment period, option D none of the above. ഓപ്ഷൻ ബി ആണ് ആൻസർ, ആക്റ്റീവ് ഗ്രോത്ത്. ഓട്ടോലിത്തിൽ ഒപ്പാക് സോൺ ഉണ്ടാവുന്നത് അതിന്റെ ഒരു ആക്റ്റീവ് ഗ്രോത്ത് ഫേസിലാണ്. 11th question. Counting the number of rings on otolith gives an estimation of. കൗണ്ടിങ് ദ റിങ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ, ഏജ്. 12th question. Width of the rings on an otolith gives an estimation of. Option A health of fish, option B ecology of fish, option C growth, option D age. ഓപ്ഷൻ സി ആണ് ആൻസർ, ഗ്രോത്ത്. The growth of the fish can be calculated from otoliths using the equation.
ഓപ്ഷൻ എ ആണ് ആൻസർ. L is equal to A plus BR. L എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് ദ ഫിഷ്, R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഓട്ടോലിത്ത്. എയും ബിയും കോൺസ്റ്റൻസ് ആണ്. 16th question. The von Bertalanffy equation basically is a relationship showing option A length as a function of weight, option B length as a function of age, option C age as a function of weight, option D none of the above. Option B ആണ് ആൻസർ. Length as a function of age. In von Bertalanffy growth equation, B stands for option A K, option B L, option C L infinity, option D minus K T0. ഓപ്ഷൻ എ കെ ആണ് ആൻസർ. കെ എന്ന് പറയുന്നത് ഗ്രോത്ത് കോഎഫിഷ്യന്റ് ആണ്. The von Bertalanffy model allows for easy comparison of growth among population or between sexes. 18th question. In von Bertalanffy growth equation, A stands for option A K, option B L, option C L infinity, option D minus K T0. Option D ആണ് ആൻസർ, minus K T0. 19th question. In growth equation, K is C ആണ് ആൻസർ, ഗ്രോത്ത് കോഎഫിഷ്യന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 20th question. Generally in fishes which need many years for reaching L infinity. L infinity എന്ന് പറയുന്നത് asymptotic or theoretical maximum length ആണ്. ആൻസർ low K value. Question number 23. When tagging and recapture data is only available, most suitable method of growth estimation will be option A von Bertalanffy, option B Ford-Warford, option C Gullen and Holt, option D Beverton and Holt. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഫോർഡ്-വാൾഫോർഡ്. ടാഗിങ് ആൻഡ് റീക്യാപ്ചർ ഡേറ്റ മാത്രം അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് ഫോർഡ്-വാൾഫോർഡ് മോഡൽ. Question number 24. The main difference of Bertalanffy growth model from other model is that option A K can be estimated, option B L infinity can be estimated, option C T0 can be estimated, and option D none of the above. Option C ആണ് ആൻസർ, T0 can be estimated. Question number 26. A cohort consists of option A individuals of same age, option B individuals of same feeding habit, option C same breeding habit, option D all of the above. Cohort എന്ന് പറഞ്ഞാൽ individuals of same age. Option A ആണ് ആൻസർ. 27. The growth estimation method based on cohort by cohort estimation is option A Beverton and Holt method, option B Shaffer model, option C Gullen and Holt model, option D Bhattacharya model. Option D Bhattacharya method ആണ് യൂസ് ചെയ്യുന്നത് cohort by cohort estimation. Bhattacharya method എന്ന് പറഞ്ഞാൽ അത് ഏജ് ഡിറ്റർമിനേഷൻ ചെയ്യാൻ വേണ്ടി ലെങ്ത് ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിൽ ഏജ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. 28. The computer program within FISAT which is used for growth estimation based on Bhattacharya method is option A BHATTAC Bhattak, option B MPA, option C Elephant, option D all of the above. ഫിസാറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സാധാരണ ലെങ്ത് ഫ്രീക്വൻസി ഡാറ്റ അനാലിസിസിന് വേണ്ടിയാണ് യൂസ് ചെയ്യാറുള്ളത്. ഫിസാറ്റിനകത്ത് തന്നെയുള്ള ബട്ടാക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ ഭട്ടാചാര്യ മെത്തേഡ് വഴി ഗ്രോത്ത് എസ്റ്റിമേഷൻ നടത്തുന്നത് ഫിസാറ്റിൽ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ബട്ടാക്ക് ആണ് ആൻസർ. 39th question. Estimation of total mortality is that giving due weightage for the abundance of successive ages was proposed by option A Beverton and Holt, option B Heinck, option C Etzer, option D Pauli. Option B Heinck ആണ് ആൻസർ. 40th question. The linearized catch curve method was put forward by option A Beverton and Holt, option B Heinck, option C Etzer, option D Pauli. Linearized catch curve method
കൊണ്ടുവന്നത് എഡ്സർ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 41. The cumulative catch curve method was put forward by option A Jones and Van Saling, option B Hein, option C Edser, option D Pauli. ഓപ്ഷൻ ഡി പോളി ആണ് ആൻസർ. ക്യുമുലേറ്റീവ് ക്യാച്ച് കർവ് മെത്തേഡ് കൊണ്ടുവന്നത് പോളി ഇൻ 1983. Next question. A growth estimation method which gives an estimation of the birth month of the fish is option D MPA ആണ് ആൻസർ. Next question. The complete elephant was developed by option A ICLARM, option B FAO, option C MRAG and option D none of the above. Option A ആണ് ആൻസർ. The complete elephant ഡെവലപ്പ് ചെയ്തത് ICLARM, ഇന്റർനാഷണൽ സെന്റർ ഫോർ ലിവിംഗ് അക്വാറ്റിക് റിസോഴ്സ് മാനേജ്മെന്റ്. The basic assumptions that should be satisfied for applying elephant 1. Option A samples are of the same population. Option B length differences are due to age differences. Option C growth is similar year after year. Option D all of the above. Option D ആണ് ആൻസർ, all of the above. The package containing program WONBER for estimating Bertalanffy fish growth parameter is option A LFSA, option B elephant, option C FISAT, option D all of the above. Option A ആണ് ആൻസർ, LFSA. The growth estimation methods in elasmobranchs was developed by option A Holden, option B Gullen, option C Jones, option D Spear and Venema. ആൻസർ എ ആണ് ആൻസർ, ഹോൾഡൻ. ഇലാസ്മോബ്രാങ്ക്സ് എന്ന് പറയുമ്പോൾ ഷാർക്ക്, ഡോഗ് ഫിഷ്, സ്കേറ്റ്, റേസ് ഒക്കെ വരുന്നത് ഈ ഇലാസ്മോബ്രാങ്ക്സിലാണ്. The virtual population analysis VPA is based on option A historic data, option B future data, option C future prediction, option D all of the above. Option A ആണ് ആൻസർ, ഹിസ്റ്റോറിക് ഡേറ്റ. ഈ VPA അല്ലെങ്കിൽ വെർച്വൽ പോപ്പുലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു കൊഹോർട്ട് മോഡലിംഗ് ടെക്നിക്കാണ്. അത് ഫിഷറീസ് സയൻസിൽ സാധാരണയായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു ടെക്നിക്കാണ്. ഇത് യൂസ് ചെയ്ത് ഹിസ്റ്റോറിക്കൽ ഡേറ്റാസ്, അതായത് പാസ്റ്റ് ഫിഷറീസ് ഡേറ്റാസ് യൂസ് ചെയ്തിട്ട് ഫ്യൂച്ചർ ഈൽഡിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് ഹിസ്റ്റോറിക്കൽ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു VPA അനാലിസിസ് നടത്തുന്നത്. One of the examples of a predictive analytical model is option A Thomson and Bell model, option B VPA model, option C Shaffer model, option D all of the above. Option A ആണ് ആൻസർ, Thomson and Bell. Thomson and Bell model is a widely used prediction model in assessing the optimum factor for increase or decrease of fishing effort to achieve maximum sustainable and economic yield of a commercially exploited species. The computer program in elephant package which exclusively deal with VPA, virtual population analysis, is option A elephant 1, option B elephant 2, option C elephant 3, option D elephant 4. ഓപ്ഷൻ സി എലിഫാന്റ് 3 ആണ് അതിന്റെ ആൻസർ. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. ഫിഷ് സ്റ്റോക്ക് അസസ്മെന്റിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്. ബെവർട്ടൺ ആൻഡ് ഹോൾട്ട് മോഡൽസും അങ്ങനെ ഹോളിസ്റ്റിക് മോഡൽ, അനലിറ്റിക്കൽ മോഡൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ മോഡൽസ് ഒക്കെ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാസ് ഉടനെ ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ തന്നെ ഇതിൽ കുറച്ച് സോഫ്റ്റ്വെയർ പാക്കേജസിന്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് പല എസ്റ്റിമേഷനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.